ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG4 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ജൂൺ 2010 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ എക്സാമിന് നമുക്ക് ഓൾ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ല ഒരു ശതമാനം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ജൂൺ 2010 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ്. MEG4 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് എനി 2 ഓഫ് ദ ഫോളോയിങ്, ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസേഴ്സ് വിത്ത് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, പിഡ്ജിൻസ് ആൻഡ് ക്രയോൾസ്. സെക്കൻഡ്, കോമ്പൗണ്ടിങ് ഇൻ ഇംഗ്ലീഷ്. തേർഡ്, സ്പീച്ച് ആക്ട്സ്. ഫോർത്ത്, ഡയലക്റ്റ്. ഇതിൽ 4 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും 2 നിങ്ങൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടി വരും. നമുക്കത് 4 പഠിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, പിഡ്ജിൻസ് ആൻഡ് ക്രയോൾസ്. പിഡ്ജിൻസ് ആൻഡ് ക്രയോൾസ് അവർ ക്യാരക്ടറിസ്റ്റിക്സ് അടക്കം ഞാൻ ഇതിൽ ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ട്. പിഡ്ജിൻസ് ആർ സിംപ്ലിഫൈഡ് ലാംഗ്വേജസ് ദറ്റ് അറൈസ് വെൻ സ്പീക്കേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് നേറ്റീവ് ലാംഗ്വേജസ് നീഡ് എ കോമൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, often for trade or work. They are not mother tongues but are learned as a second language for limited purpose. പിഡ്ജിൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. എന്നുവെച്ചാൽ ഡിഫറെൻറ്റ് നേറ്റീവിൽ നിന്നും വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നോ ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള. അപ്പോൾ ഒരു ലാംഗ്വേജ് എന്തായാലും അവർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ മലയാളികൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ലാംഗ്വേജ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ലാംഗ്വേജ് ആയിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുക? ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് ഒരു കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്യും. അപ്പോൾ ആ യൂസ് ചെയ്യുന്നത് മെയിൻലി ഫോർ ദ പേർപ്പസസ് ലൈക്ക് വർക്കോ അല്ലെങ്കിൽ ട്രേഡോ അല്ലെങ്കിൽ വെറുതെ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷനായിട്ടാണെങ്കിലും നമുക്ക് ഒരു കോമൺ ലാംഗ്വേജ് ആവശ്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനെയാണ് ഈ പിഡ്ജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ല, മറിച്ച് അതൊരു മദർ ടങ് അല്ല, നമ്മുടെ മദർ ടങ് അല്ല, മറിച്ച് അതൊരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പിഡ്ജിൻസ്: നോ നേറ്റീവ് സ്പീക്കേഴ്സ്, യൂസ്ഡ് ഓൺലി ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, റെഡ്യൂസ്ഡ് സ്ട്രക്ചർ, സിമ്പിൾ ഗ്രാമർ, ലിമിറ്റഡ് വൊക്കാബുലറി ആൻഡ് ഓഫൺ നോ വെർബ് ഇൻഫ്ലക്ഷൻസ് ഓർ പ്ലൂരൽ ഫോംസ്. Flexible word order. Sentence patterns may be inconsistent. Lexifier influence. Vocabulary mainly comes from a dominant language, often a colonial language. Functional use. Mainly used for trade, business or basic communication. അപ്പോൾ പിഡ്ജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതൊരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സിമ്പിളായിട്ടുള്ള ഗ്രാമറും അതുപോലെ വളരെ ചുരുക്കം വൊക്കാബുലറീസൊക്കെയാണ് നമ്മൾ ഇതിലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ വേർബിൻ്റെ ഇൻഫ്ലക്ഷൻസിനോ അല്ലെങ്കിൽ പ്ലൂറൽ ഫോംസിനോ ഒന്നും നമ്മൾ അത്രയും പ്രാധാന്യം നൽകുന്നില്ല ഇവിടെ. പിന്നെ ഫ്ലെക്സിബിൾ വേർഡ് ഓർഡറാണ്. നമുക്കത് കൃത്യമായിട്ട് ഇന്ന വാക്കുകളാൽ കൂട്ടി യോജിപ്പിച്ച് കറക്റ്റ് ഒരു സെൻറ്റൻസ് ആക്കി എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. എന്ന് വെച്ചാൽ നമ്മളത് പഠിക്കുന്ന ഒരു ലാംഗ്വേജാണ്. വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സെൻറ്റൻസ് പാറ്റേൺ ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല ഇവിടെ. പിന്നെ വൊക്കാബുലറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അവിടുത്തെ ആ ലോക്കൽ പീപ്പിൾ, നേറ്റീവ് പീപ്പിൾ എന്താണോ സംസാരിക്കുന്നത് ആ ഒരു കൊളോണിയൽ ലാംഗ്വേജാണ് നമ്മൾ വൊക്കാബുലറി ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഫങ്ഷണൽ യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ട്രേഡ്, ബിസിനസ്, ബേസിക് കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ടോക്ക് പിസിൻ ഡെവലപ്ഡ് എമംഗ് പ്ലാന്റേഷൻ വർക്കേഴ്സ്. ആൻഡ് നൈജീരിയൻ പിഡ്ജിൻ ഇംഗ്ലീഷ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇനി എന്താണ് ക്രയോൾസ്? ക്രയോൾസ് ആർ ഫുള്ളി ഡെവലപ്ഡ് ലാംഗ്വേജസ് ദറ്റ് എമേർജ് വെൻ എ പിഡ്ജിൻ ബിക്കംസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് എ കമ്മ്യൂണിറ്റി. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ക്രയോലൈസേഷൻ ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ സ്റ്റേബിൾ ആൻഡ് കംപ്ലീറ്റ് ലാംഗ്വേജ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു പിഡ്ജിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാംഗ്വേജാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് പഠിക്കുന്ന ഒരു ലാംഗ്വേജാണ്. അതേസമയം ക്രയോൾസ് എന്ന് പറയുന്നത് അതല്ല, നേരെ തിരിച്ചാണ്. അതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് തന്നെയാണ്. അത് പിഡ്ജിൻ എപ്പോഴാണോ അത്
ഒരു ഫസ്റ്റ് ലാംഗ്വേജിലോട്ട് തിരിയുന്നത് അവിടെയാണ് ക്രിയോൾ അല്ലെങ്കിൽ ക്രിയോലൈസേഷൻ സംഭവിക്കുന്നത് പോലും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ക്രയോൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, നേറ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ധാരാളം റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രയോൾസ്. നേറ്റീവ് സ്പീക്കേഴ്സ് learned as a first language by a community. Complex grammar includes clear rules for tense, aspect and sentence structure. Expanded vocabulary, able to express a wide range of ideas and emotions. Stability, has a fixed structure and is used in all areas of life. Cultural identity, represents the identity and culture of its speakers. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇതൊരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇതിന് ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ടെൻസിനായാലും ആസ്പെക്ട്സിനായാലും സെൻറ്റൻസ് സ്ട്രക്ചറിനായാലും. ഓക്കെ, അതുപോലെ നമ്മളുടെ ഐഡിയാസ് ഇമോഷൻസും കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ക്രയോൾസിൽ കൂടെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്സ്ഡ് സ്ട്രക്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്. നമ്മളുടെ ലൈഫിൽ വരുന്ന എല്ലാ സിറ്റുവേഷനിലും എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ക്രയോൾസാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് അത്രയും നമുക്ക് ഇമോഷൻസിലായാലും നമ്മുടെ ഐഡിയാസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ വലിയ സ്റ്റേബിൾ അല്ല. അതേസമയം ഈ ക്രയോൾസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. ഇനി കൾച്ചറൽ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റ്സ് ഓക്കെ, നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റി, അതുപോലെ നമ്മുടെ കൾച്ചർ, ഇതെല്ലാം ബേസ് ചെയ്യുന്നത് പോലും ഈ ക്രയോൾസിനെ ആശ്രയിച്ചിട്ടാണ്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ഹൈറ്റിൻ ക്രയോൾസ് ഈസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഹൈറ്റി, while Jamaican Creole and Creole are widely spoken native languages. In conclusion, Pidgins are simplified temporary communication system, whereas Creoles are fully developed stable languages with native speakers. Option B നോക്കാം. Compounding in English. Compounding is a keyword formation process in English morphology where two or more free morphemes combine to create a single lexical unit with a unified meaning. Examples include sunflower, sun plus flower, and blackboard, black plus board. These compounds function as one word both grammatically and semantically. Compounding എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മോർഫോളജി ഒരു പ്രോസസ്സാണ്. ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് വാക്കുകൾ, ഓക്കെ, ഏതെങ്കിലും രണ്ട് വാക്കുകൾ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ വാക്കാക്കുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൺ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, ഫ്ലവർ പൂവാണ്. പക്ഷേ സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി. സണ്ണിൻ്റെ ഒരു മീനിങ്ങോ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ മീനിങ്ങോ അല്ല ഇവിടെ നൽകുന്നത്. സൺഫ്ലവർ എന്ന് പറയുന്നത് വ്യത്യസ്ത ഒരു അർത്ഥമാണ്. അതിൻ്റേതായ ഒരു യുനിക്ക് അർത്ഥം ഫോം ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും അർത്ഥം ഉണ്ട്. ഓക്കെ, അതാണ് ഒരു കോമ്പൗണ്ടിങ്. ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിളാണ് ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് എന്ന് പറയുന്നത് കറുപ്പ്, ബോർഡ് എന്ന് പറയുന്നത് ബോർഡ്. അപ്പോൾ പക്ഷേ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ വാക്കായിട്ട് നമ്മുടെ ഇംഗ്ലീഷിലുണ്ട് ബ്ലാക്ക് ബോർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, കോമ്പൗണ്ട്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഡിഫറെൻറ്റ് വേർഡ് ക്ലാസ്സസ് സച്ച് ആസ് noun plus noun, adjective plus adjective plus noun, and verb plus noun. In terms of spelling, they appear in three forms: closed, hyphenated, and open. അപ്പോൾ കോമ്പൗണ്ട്സിനെ നമുക്ക് ഡിഫറെൻറ്റ് വേർഡ് ക്ലാസ്സസ് ആക്കി മാറ്റാം. ഓക്കെ, വേർഡ് ക്ലാസ്സസ് ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വേർഡ് ക്ലാസ്സസ് ആക്കുന്നത്? നൗണും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂത്ത്, ബ്രഷ്, രണ്ടും നൗണാണ്. പക്ഷേ ടൂത്ത് പ്ലസ് ബ്രഷ് അല്ല, നമ്മളിവിടെ ടൂത്ത് ബ്രഷ് ഒരുമിച്ച് പറയുന്നു. അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, മറ്റൊരു എക്സാമ്പിളാണ് അഡ്ജക്റ്റീവ് ഗ്രീൻ, നൗൺ ഹൗസ്, അപ്പോൾ അത് ഗ്രീൻ ഹൗസ്. വെർബ് പിക്ക് ഒരു വെർബാണ്. നൗൺ പോക്കറ്റ്, പിക്ക് പോക്കറ്റ്, ഒറ്റ വേർഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി സ്പെല്ലിങ്ങിൻ്റെ ഒരു ത്രീ ഫോംസ് നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് നോട്ട്ബുക്ക്, ഹൈഫനേറ്റഡ് എക്സാമ്പിളാണ് മദർ ഇൻ ലോ, ഓപ്പൺ അതിൻ്റെ എക്സാമ്പിളാണ് ഐസ്ക്രീം. A notable feature is a stress pattern where the primary stress usually falls on the first element. Example, blackboard. Semantically, compounds may be endocentric where the head defines meaning.
dog house. Or exocentric, where meaning is indirect, red coat. Unlike phrases, compounds are more tightly bound and often carry specialized meanings. ഇവിടെ പലതരത്തിലുള്ള വേറെ ക്ലാസിഫിക്കേഷൻസ് നൽകുന്നുണ്ട്, ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. ഇപ്പോൾ സ്ട്രെസ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ അവിടെ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലുള്ള വേരിയസ് ആയിട്ടുള്ള എലമെൻസുകളാണ് നമ്മളിവിടെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ആണ് കൊണ്ടുവരുന്നത്. സ്ട്രെസ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു സ്ട്രെസ് എഴുതുമ്പോൾ സ്ട്രെസ് പാറ്റേൺ ആകുമ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. ബ്ലാക്ക്, അതിപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബ്ലാക്ക് ബോർഡ്. ഈ ബ്ലാക്ക് എന്ന വാക്കിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ഓക്കെ, ബ്ലാക്കിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അതിൽ തന്നെയാണ് കംപ്ലീറ്റ് സ്ട്രെസ് നമുക്ക് വരുന്നത്. ആ ഒരു വേർഡിലാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് ബ്ലാക്ക് ബോർഡ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എൻഡോസെൻട്രിക് ഉണ്ട്, എക്സോസെൻട്രിക് ഉണ്ട്. എൻഡോസെൻട്രിക്കിൻ്റെ ഒരു പ്രത്യേകത ഡോഗ് ഹൗസ്, അതിൽ ഫസ്റ്റ് വേർഡ് ഉണ്ടല്ലോ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹെഡ് വേർഡ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഹെഡാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം എഴുതിയിരിക്കുന്ന ആ വാക്കാണ് അതിന് അർത്ഥം നൽകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഡോഗ് ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഡോഗ് അതാണ് ഇവിടുത്തെ ഹെഡായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് എക്സോസെൻട്രിക് ആണ്. എക്സോസെൻട്രിക്കിൽ മീനിങ് ഒക്കെ ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ റെഡ് കോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും കൂടിയില്ല എന്താണെന്നുള്ളത്. അതേസമയം രണ്ടും കോമ്പൗണ്ട്സുകളാണ്. റെഡ് എന്ന് പറയുന്നത് ചുവപ്പ്, കോട്ട് എന്ന് പറയുന്നത് കോട്ട്. അപ്പോൾ പക്ഷെ അത് കമ്പൈൻ ചെയ്ത് വേറൊരു വാക്കാണ് ഇവിടെ നമുക്ക് ഉള്ളത്. പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് നൽകുന്നതെന്ന് മാത്രം. സ്പീച്ച് ആക്ട്സ്. Speech Act theory as central concept in pragmatics explains how language is used to perform actions rather than merely convey information. Developed by J.L. Austin and later refined by John Searle, it views speaking as a form of social action governed by rules. പ്രാഗ്മാറ്റിക്കിലെ ഒരു സെൻട്രൽ കൺസെപ്റ്റാണ് സ്പീച്ച് ആക്ട് തിയറി എന്ന് പറയുന്നത്. സ്പീച്ച് ആക്ട് തിയറിയിൽ മെയിനായിട്ടും വേർഡ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ നൽകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്പീച്ച്. പക്ഷേ സ്പീച്ച് ആക്ട് എന്ന് പറയുന്നത് മോർ ദാൻ സ്പീച്ച്, അതിലെ ആക്ഷൻസ് ആണ്, വർക്ക്സുകളാണ്, അല്ലെങ്കിൽ അതിൽ വേർബാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആക്ഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനായിട്ടാണ് ഈ വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്നാണ് J.L. ഓസ്റ്റിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം. അദ്ദേഹമാണിത് ഡെവലപ്ഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ജോൺ സെർലെയാണ് ലേറ്റർ ഇത് റിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും സോഷ്യൽ ആക്ഷനാണ് സ്പീച്ച് ആക്ട് തിയറിയിൽ ഒരു വലിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. പക്ഷേ ധാരാളം ഗവേൺഡ് ബൈ റൂൾസ്. സ്പീച്ച് ആക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷൻ ഈസ് ഗവേൺഡ് ബൈ റൂൾസ് ആണ് സ്പീച്ച് ആക്ട് തിയറിയിലെ മെയിൻ കൺസെപ്റ്റ്. A speech act is any utterance that performs a function such as promising, ordering, or apologizing. According to Austin, every utterance has three levels: the locutionary act, the literal meaning, the illocutionary act, the speaker's intention, and the perlocutionary act, the effect on the listener. ഇവിടെ സ്പീച്ച് ആക്ട് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അതിന് പലതരം ഫങ്ഷൻസ് ഉണ്ട്. ആ സ്പീച്ച് ആക്റ്റിലെ മെയിൻ ഫങ്ഷൻസ് ആണ് പ്രോമിസിങ്, ഓർഡറിങ്, അപ്പോളൈസൈസിങ്. അതുപോലെ ഓസ്റ്റിൻ പറയുകയാണ് ഓരോ വാക്കും, എവ്രി അട്രൻസ് എന്ന് പറയുന്നത് ഓരോ വാക്കും 3 ലെവലിലാണ് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. 1 ദ ലൊക്കേഷണറി ആക്ട്, 2 ഇല്ലൊക്കേഷണറി ആക്ട്, 3 പെർ ലൊക്കേഷണറി ആക്ട്. ലൊക്കേഷണറി ആക്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അതിന് ലിറ്ററൽ മീനിങ് ആണ്. ഇല്ലൊക്കേഷണറി ആക്ട് എന്ന് പറയുന്നത് സ്പീക്കർ എന്താണോ ഉദ്ദേശിക്കുന്നത്, സംസാരിക്കുന്ന വ്യക്തി എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് ഇൻറ്റൻഷൻ അനുസരിച്ചിരിക്കും ആ പറയുന്ന വാക്കിന് അർത്ഥം വരുന്നത്. അതേസമയം പെർലൊക്കേഷണറി ആക്ട് എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിക്ക് എന്താണ് മനസ്സിലായത് അതിനെയാണ് അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. Searle classified speech acts into 5 types: assertives, directives, commissives, expressive, and declarations. For a speech act to be successful, it must satisfy felicity conditions, meaning the context and speaker's authority must be appropriate. Speech acts can be direct when forms matches function, or indirect where meaning is implied. Thus, speech acts highlight how language performs real-world actions.
ഇവിടെ സെറിലെ സ്പീച്ച് ആക്ടിനെ അഞ്ച് ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 അസേർട്ടീവ്സ്, 2 ഡിറക്റ്റീവ്സ്, 3 കമ്മീസീവ്സ്, 4 എക്സ്പ്രസീവ്, 5 ഡിക്ലറേഷൻസ്. ഏതൊരു വേർഡും അല്ലെങ്കിൽ ഏതൊരു സ്പീച്ചും അതിൻ്റെ പീക്ക് ലെവലിൽ എത്തണമെങ്കിൽ, അത് ഒരു സക്സസ്ഫുൾ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഓസ്റ്റിൻ ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. സെർല ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ഫെലിസിറ്റി കണ്ടീഷൻസ്. എന്താണ് ഈ ഫെലിസിറ്റി കണ്ടീഷൻസ്? എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ആക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം, അത് ഒറിജിനലായിരിക്കണം, അല്ലെങ്കിൽ അതിന് അർത്ഥമുണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ സ്റ്റുഡൻറ്റിനോട് പറയുകയാണ് ഗെറ്റ് ലോസ്റ്റ് ഓഫ് ദ ക്ലാസ്. അപ്പോൾ ടീച്ചർക്ക് ഒരു സ്റ്റുഡൻറ്റിനോട് ഒരു അതോറിറ്റി ഉണ്ട്, അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, ആ ഒരു അതോറിറ്റി കാരണം കൊണ്ട് അവർക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം നേരെ തിരിച്ച് ഒരു സ്റ്റുഡൻ്റാണ് ടീച്ചറോട് ഗെറ്റ് ലോസ്റ്റ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഒരു കുട്ടിക്ക് എങ്ങനെയായാലും കുട്ടിക്ക് എങ്ങനെയായാലും ടീച്ചറിനോട് പുറത്തേക്ക് പോകാനായിട്ട് ആജ്ഞാപിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനോ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആ സ്പീച്ച് ആക്ട് സാറ്റിസ്ഫൈ ആകുന്നില്ല, ഒരു ഫെലിസിറ്റി കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല. ഫെലിസിറ്റി കണ്ടീഷൻ മീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിരിക്കണം. ക്ലിയർ? അതുപോലെ തന്നെ സ്പീച്ച് ആക്ട് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഓക്കെ. ഡയലക്റ്റ്. In social linguistics, a dialect is a regional or social variety of a language distinguished by its vocabulary, grammar, and pronunciation. It reflects how language varies across different communities and is a natural outcome of social and geographical diversity. ഡയലക്റ്റ് എന്ന് പറയുന്നത് ഓരോ റീജിയണിലും സംസാര ശൈലിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളം, നമ്മൾ ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. മലയാളം എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ മലയാളം ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. കൊച്ചി, കോഴിക്കോട്, അങ്ങനെ തിരുവനന്തപുരം, ഏതൊരു സ്ഥലം എടുത്താലും അവിടെയൊക്കെ എല്ലാ റീജിയണിലും ഒരു വ്യത്യസ്ത സ്ലാങ് ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാം എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? മലയാളമാണ്. ലാംഗ്വേജ് മലയാളമാണ്. പക്ഷേ ധാരാളം വ്യത്യാസങ്ങൾ അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ ടോൺ എല്ലാത്തിലും വരുന്നുണ്ട്. ഓക്കെ. Dialects can be classified into regional dialects, which vary according to geographical areas such as British English and American English, or different forms of Indian English, and social dialects which depend on factors like class, education, or occupation. A dialect is different from an accent, as accent refers only to pronunciation, while dialect includes grammar and vocabulary as well. ഇവിടെ ഡയലക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓരോ റീജിയനിലുണ്ടാകുന്ന ഒരേ ലാംഗ്വേജ് ആണെങ്കിൽ അതിലുണ്ടാകുന്ന വ്യത്യസ്ത രീതിയിലുള്ള സംസാര ശൈലികളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ്. ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്, എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ കോസസ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ആക്സെൻറ്റും ഡയലക്റ്റും ഒന്നാണോ? അല്ല. ആക്സെൻറ്റും ഡയലക്റ്റും ഒന്നല്ല. കാരണം ആക്സെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊനൗൺസിയേഷനിലുള്ള വ്യത്യസ്തതകളാണ്. അതേസമയം ഡയലക്റ്റ് എന്ന് പറയുന്നത് ആക്സെൻറ്റിലല്ല, പ്രൊനൗൺസിയേഷനിൽ മാത്രമല്ല, ചില വാക്കുകൾ തന്നെ നമ്മൾ വ്യത്യസ്തതയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ പല പല രീതികളിലാണ് ഓരോ സ്ഥലങ്ങളിലും സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? It also distinguishes between a dialect and an idiolect, the latter being an individual's unique way of speaking. While standard English is often given higher status, and non-standard dialects are equally valid and rule-governed. With the global spread of English, many dialects, often called world Englishes, have developed, reflecting local cultures and identities. ഈ ഡയലക്റ്റിൽ തന്നെ നമുക്ക് ഒത്തിരി വ്യത്യസ്തതകൾ കാണാൻ സാധിക്കും. ഒരു വ്യക്തികളിൽ ഒരു ക്ലാസ് അനുസരിച്ചിട്ടാണ് ഇതിൽ ഹയർ ക്ലാസ്, ലോവർ ക്ലാസ്, ഇതൊക്കെ നമ്മൾ ഡയലക്റ്റുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല സംസാരിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നതും
നമ്മൾ സാധാരണക്കാരായിട്ടുള്ള അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു വ്യക്തി സംസാരിക്കുന്നതിലും തമ്മിൽ ഒത്തിരി വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സെയിം ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്, പക്ഷേ സംസാരത്തിൻ്റെ ശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. Second question, give an account of the major theories on the origin of language. The origin of human language has long fascinated scholars, and several theories have been proposed to explain how language began. In these theories are broadly grouped into divine, natural, social, physical, and psychological explanations. Although each theory offers insight, none alone fully explains the complex development of language. ധാരാളം സ്കോളേഴ്സ് നടത്തിയിട്ടുള്ള കുറേ അധികം പഠനങ്ങൾ ഈ ഒരു ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ പല തിയറീസിലായിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പഠനങ്ങൾ ധാരാളം ഇതിനകം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിവൈൻ, നേച്ചുറൽ, സോഷ്യൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളായി തിരിച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അതിന് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. The divine source theory suggests that language is a gift from a divine power. Many religious traditions support this idea. For example, in the biblical story of Adam, language is bestowed by God, while in Hindu belief, the goddess Saraswati is associated with the speech and knowledge. The story of the Tower of Babel explains the diversity of languages as divine act. While this theory highlights the sacred view of language, it lacks scientific evidence. ഡിവൈൻ സോഴ്സ് തിയറി പരിശോധിക്കുമ്പോൾ ആഡം അതുപോലെ ദൈവവുമായിട്ടുള്ള കോൺവെർസേഷൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിവൈൻ പവറിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. വെച്ചാൽ ദൈവമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, അല്ലാതെ നമ്മൾ എവിടുന്നും കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ദൈവമായിട്ട് ഒരു ഡിവൈൻ പവറിൽ കൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് ലാംഗ്വേജ്. ഇങ്ങനെയാണ് ഡിവൈൻ സോഴ്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിബ്ലിക്കലിൽ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ബിബ്ലിക്കൽ സ്റ്റോറി ആയിട്ടുള്ള മറ്റൊരു സ്റ്റോറിയും കൂടി ഞാൻ കണ്ടിരുന്നല്ലോ ഇവിടെ. ഒരു മിനിറ്റ്. Many religious studies support this idea, and Babel, the story of Tower of Babel. ടവർ ഓഫ് ബേബിലും ഇതുപോലെ തന്നെ ബിബ്ലിക്കൽ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടവർ ഓഫ് ബേബിൾ എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ കൂടി ഒരു ഒരു വലിയൊരു ടവർ ഉണ്ടാക്കാം എന്നൊന്ന് പ്ലാൻ ചെയ്യണം. ആകാശം മുട്ട അല്ലെങ്കിൽ സ്വർഗം മുട്ട ഒരു ടവറിൻ്റെ വലുപ്പത്തിൽ അങ്ങനെ ടവർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരൊരു ടവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് സ്വർഗത്തിലെത്താനായിട്ട്. ആ സമയത്ത് ദൈവം വന്ന് അവരുടെ ലാംഗ്വേജുകളെ ഒരു കൺഫ്യൂഷൻ കൊടുക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മെനി ലാംഗ്വേജസ് ഫോം ചെയ്യുന്നത് എന്ന് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള ഒരു പഠനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ബിലീഫ് അനുസരിച്ചിട്ട് സരസ്വതി എന്ന ഒരു ദേവതയാണ് നമ്മുടെ സ്പീച്ചിൻ്റെയും നോളജിൻ്റെയും ഒക്കെ തന്നെ ഒരു ഗോഡസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, എന്നാൽ ഇതിനൊന്നും തന്നെ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. The natural sound source theory explains language as arising from imitation of natural sounds and emotional expressions. It includes two subtypes, the bow-wow theory and the pooh-pooh theory. The bow-wow theory proposes that early human imitated sounds from nature, such as animal calls or environmental noises, leading to words like cuckoo or bang. The pooh-pooh theory suggests that the language began with instinctive emotional cries such as ouch, or ah. While these ideas explain some word origins, they cannot account for the full complexity of language. ഇവിടെ ദ നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാച്ചുറൽ സൗണ്ട്സ് ഇത് ഒരു ഇമിറ്റേഷനാണ്. നമ്മുടെ ഒറിജിൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേച്ചറിൽ നിന്നും ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നേച്ചറിൽ നിന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സൗണ്ട്സും,
അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷനും. ഇതാണ് നേച്ചുറൽ സോഴ്സ് തിയറിയിൽ വരുന്നത്. ഇത് 2 തരത്തിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒന്ന് ബൗബൗ തിയറി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് നേച്ചറിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സൗണ്ട്സുകൾ ഇമിറ്റേറ്റ് ചെയ്യുക. അത് എസ്പെഷ്യലി നമ്മുടെ കുക്കുവിൻ്റെ സൗണ്ട്, ബാങ്ക് സൗണ്ട്, അപ്പോൾ ഇതൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അതേസമയം പൂപ്പൂ തിയറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കരച്ചിലുകളൊക്കെ ഇൻസ്റ്റിങ്ക്റ്റീവ് ഇമോഷൻ ക്രൈസ്, അത് നമ്മൾ സംസാരിക്കുന്നതല്ല, അതൊരു ലാംഗ്വേജ് അല്ല, പക്ഷെ നമ്മൾ അറിയാതെ നമ്മളുടെ തൊണ്ടയിൽ നിന്നും വരുന്ന കുറച്ച് സൗണ്ടുകളാണ് ഓ, ആ, ഔച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നാണ് ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടുള്ളത് എന്നും നമുക്ക് എന്താ പറയുക, ഒരു തിയറിയിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കോളേഴ്സ് അത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും സയൻറ്റിഫിക്കായിട്ട് ഒന്നും തെളിയിച്ചിട്ടില്ല. The social interaction source, also known as the Yo-He-Ho theory, emphasizes the role of social cooperation. It process that language developed from rhythmic chants, grunts, and sounds made during group activities like lifting or pulling. These vocalizations helped coordinate effort and gradually evolved into structured communication. This theory highlights the importance of social interaction in language development. ഇവിടെ സോഷ്യൽ ഇൻട്രാക്ഷൻ സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് Yo-He-Ho എന്നുള്ള ഒരു തിയറിയാണ്. അതിൽ പറയുന്നത് നമ്മളുടെ എന്താ പറയുക, സോഷ്യലായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുൾ ചെയ്യുമ്പോൾ കുറച്ചധികം സൗണ്ട്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതൊക്കെ നാച്ചുറലായിട്ട് സോഷ്യലി നമുക്ക് കണ്ടുവരുന്ന സൗണ്ട്സുകളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് എന്നും കണ്ടുവരുന്നുണ്ട്. The physical adaptation source focuses on the biological evolution of humans. It argues that changes in the human body, such as the lowering of the larynx, development of the vocal tract, upright posture, and increased brain size made it possible to produce a wide range of speech sounds. This theory provides a scientific explanation but does not fully explain how meaningful language emerged from these physical capabilities. ഇവിടെ ഫിസിക്കൽ അഡാപ്ഷൻ സോഴ്സിൽ നമുക്ക് കാണുന്നത് ബയോളജിക്കലായിട്ടുള്ള വളർച്ചയെ കുറിച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ ലാരിനിക്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വോക്കൽ ട്രാക്റ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ പോസ്റ്ററിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ ബ്രെയിൻ സൈസ്, ഇതെല്ലാം നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് നമുക്ക് സൗണ്ട്സുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വോക്കൽ കോഡിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ അതുകളിൽ നിന്നാണ്, ആ ഒരു സൗണ്ട്സുകളാണ് പിന്നീട് ലാംഗ്വേജ് ആയിട്ട് ഫോം ചെയ്തത് എന്നും സ്കോളേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ചൊക്കെ എക്സ്പ്ലനേഷൻ നൽകിയെങ്കിലും ഫുള്ളി എക്സ്പ്ലെയിൻ ആയിട്ട് മീനിങ് ഫുൾ എക്സ്പ്ലനേഷൻ നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. The gestural theory suggests that language originated from physical gestures before becoming vocal. Early humans may have used hand movements and body language to communicate, which later developed into spoken language. This theory is supported by the natural link between gestures and meaning, though it does not fully explain the shift to vocal communication. ഗെസ്റ്ററൽ തിയറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കാണിക്കുന്ന കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, കൈയുടെ മൂവ്മെൻറ്റ്, തലയുടെ മൂവ്മെൻറ്റ്, നമ്മൾ കുറേ അധികം ഗെസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ആസ്പദമാക്കിയിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന അല്ലെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന ആ ഗെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിയറി രൂപപ്പെട്ടിട്ടുള്ളത്. The Ding Dong theory proposes a natural connection between sounds and the qualities of objects, suggesting that certain sounds inherently reflect meanings. However, this mystical idea lacks a strong empirical support. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ഡിങ് ഡോങ് തിയറിയാണ്. അതെന്ന് പറയുന്നത് നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ സൗണ്ട്സ് ആൻഡ് ദ ക്വാളിറ്റീസ് ഓഫ് ഒബ്ജക്ട്സ്. ഇവിടെ ക്വാളിറ്റീസ് ഓഫ് ഒബ്ജക്ട്സും സൗണ്ട്സും തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഡിങ് ഡോങ് തിയറിക്ക് ഈ പറഞ്ഞോണം വലിയ സപ്പോർട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം അതും ഈ പറഞ്ഞോണം എവിഡൻസ് ഒക്കെ കുറവാണ്. Finally, the innateness hypothesis, strongly associated with Noam Chomsky, argues that humans are born with an inbuilt capacity for language. According to this view, children acquire language naturally due to a genetically programmed language faculty. This theory explains the ease and uniformity of language acquisition but does not directly address the origin of the first language. ഇവിടെ നമ്മുടെ നോം കോംസ്കി അദ്ദേഹം
സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് നോംകോസ്കി പറയുന്നത് ഇന്നേറ്റ്നെസ് ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നത് മനുഷ്യന്മാർ ബോൺ ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഉള്ളിൽ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലൊരു എബിലിറ്റി ഉണ്ട്, ഒരു ഇൻബിൽഡ് കപ്പാസിറ്റി ഉണ്ട് സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വ്യൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുട്ടികളിൽ ഓൾറെഡി ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജനറ്റിക്കലി അത് എന്താ പറയുക ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ ഒരു തിയറി പഠിക്കുമ്പോഴും ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്ങനെയാണ് പക്ഷേ അതിൻ്റെ ഒറിജിൻ വന്നത് എന്നുള്ളത്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരത് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് അത് എങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജിലോട്ട് എത്തിച്ചേർന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നില്ല. In conclusion, these theories collectively attempt to explain how language may have originated, bridging the gap between animal communication and human speech. Each offers valuable insights, but no single theory provides a complete explanation, highlighting the complexity of language evolution. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. കുറേയധികം സ്കോളേഴ്സ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കുറേയധികം തിയറീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ആർക്കും തന്നെ ഇതുവരെയും കൃത്യമായിട്ട് അതിൻ്റെ ഒറിജിനേറ്റ് എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നതാണ് സത്യം. Third question, outline the history of changes in the English spelling system. History of changes in the English spelling system. The English spelling system has undergone significant transformation from its early phonetic nature to the complex and often irregular system used today. These changes occurred over several historical stages, influenced by social, political, and technological developments. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് അതിൽ വന്നിട്ടുള്ള, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി ഫോം ചെയ്തത്, എങ്ങനെയാണ് മാറിയത് എന്നുള്ളതൊക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ്, പിന്നീട് അത് മാറിയതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏർലി ഫോണറ്റിക് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കലായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് സ്പെല്ലിംഗ് സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുള്ളത്. During the Old English period, c. 450 to 1150, spelling was largely phonetic, meaning words were written as they were pronounced. Early English used the runic alphabet Phothoric, which was later replaced by the Latin script. With the spread of Christianity, this period includes special characters such as thorn and earth to represent the sounds, and ash. Spelling varied widely across regions as there was no standard form. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 450 to 1150 ആ ഒരു കാലഘട്ടത്തിൽ ഫോണറ്റിക് ആയിരുന്നു ലാർജ്ലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഏർലി ഇംഗ്ലീഷിനെ പറയുന്ന ആ ഒരു സ്പെല്ലിംഗ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ആൽഫബറ്റ്സുകളിനെ പറയുന്നത് റൂണിക് ആൽഫബറ്റ്സ് എന്നാണ്. അത് പിന്നീട് ലാറ്റിൻ സ്ക്രിപ്റ്റിലോട്ട് മാറുകയാണ്. അത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സ്പ്രെഡ് ഓഫ് മിഷണറീസ് വന്നതോട് കൂടിയിട്ടാണ് ആ ഒരു റൂണിക് ആൽഫബറ്റിൽ മാറ്റം വന്ന് ലാറ്റിൻ സ്ക്രിപ്റ്റായി മാറിയത്. ഇനി ഈ പറയുന്ന പീരിയഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് ഞാനവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കൂ കേട്ടോ. തോണിന് പകരം ഒരു പി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ, ആ സംഭവമായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തോൺ എന്നാണ് വായിക്കുന്നത്. പിന്നെ വേറൊരു ആൻഡ് ഏത്തിനെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഏത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഏത്ത് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് മനസ്സിലായി അത് സൗണ്ട്സ് ആണത്. ഓക്കെ, അതുപോലെ ആഷ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ എന്നാണ് പറയുന്നത്, സ്പെൽ ചെയ്യുന്നത് ഏത്ത് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ റീജിയണിലും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. The Middle English period, c. 1115 to 1500, brought major changes following the Norman conquest of 1066. French-speaking scribes introduced new spelling conventions that replaced many Old English forms. For example, thorn was replaced with th, and Q replaced with C, QU replaced with CW. Example, CWIC became quick, QUICK. French influence also altered vocabulary and spelling patterns, making English less phonetic and more varied. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആയിട്ടുള്ള 1150 to 1500 ഈ ഒരു ടൈം പീരീഡിൽ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് 1066 നോർമൻ കോൺക്വസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമുള്ള ഈ ഒരു പീരീഡിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. എസ്പെഷ്യലി ഫ്രഞ്ച് സ്പീക്കിംഗ് സ്ക്രൈബ്സിൽ നിന്നും അല്ലെങ്കിൽ ഫ്രഞ്ച് നമ്മൾ കുറേ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്.
അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് ഫോമിൽ നിന്നും വന്നിട്ടുള്ള ധാരാളം മാറ്റങ്ങളാണ് പിന്നെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. എസ്പെഷ്യലി നമുക്ക് പറയുകയാണെങ്കിൽ ആ തോൺ എന്ന് പറയുന്ന പി പോലെ എഴുതിയിട്ടില്ലേ, ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്ന മാറ്റം. പിന്നെ TH മീൻസ് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്തിട്ട് TH എന്നാക്കി. പിന്നെ QU എന്നായിരുന്നു, ഈ ക്വിക്ക് പോലെയുള്ള പല സ്പെല്ലിങ്ങുകളിലും QU ആയിരുന്നു, അതിന് പകരമാണ് CW എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വിക്ക് തന്നെയാണ്, CWIC എന്നുള്ളത് QUICK എന്നായിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഫോണറ്റിക്കിൻ്റെ യൂസേജ് കുറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വൊക്കാബുലറി സ്പെല്ലിംഗ് പാറ്റേൺസിൽ ധാരാളം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. In the early modern English period, 1500 to 1700, the introduction of the printing press by William Caxton in 1476 marked a turning point. Printing required consistency, leading to the beginning of spelling standardization, often based on the London dialect. However, during this time, the great vowel shift caused major changes in pronunciation without corresponding changes in spelling. As a result, many words retained older spellings that no longer match their pronunciation, creating irregularities that persist today. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് ആയിട്ടുള്ള 1500 മുതൽ 1700 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് വില്യം കാക്സൺ അദ്ദേഹം 1476 പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് തന്നെ ഒരു ഈ പറയുന്ന സ്പെല്ലിങ്ങുകളിലെ മാറ്റത്തിനൊക്കെ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നത് ഈ പറയുന്ന വില്യം കാക്സൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു ആരംഭമാണ്. അപ്പോൾ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് അതിന് കൺസിസ്റ്റൻസി, ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമായിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാൻഡർഡൈസേഷനായിട്ടുള്ള സ്പെല്ലിംഗ് സ്റ്റാൻഡർഡൈസേഷനുള്ള ഒരു തുറവിയായിരുന്നു അത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ലണ്ടൻ ഡയലക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തിയത് പോലും. ഈ സമയത്താണ് വവൽസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് തന്നെയായിരുന്നു പ്രൊനൗൺസിയേഷനിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. സ്പെല്ലിങ്ങുകളിൽ നമുക്ക് മാറ്റം സംഭവിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ആരംഭമാണിത് ഈ ഒരു പീരീഡിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രൊനൗൺസിയേഷനിൽ അന്ന് വന്ന മാറ്റങ്ങളാണ് നിലവിൽ നമ്മൾ കുറേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. The modern English period 1700 present. So further standardization through the publication of dictionaries, especially Samuel Johnson's dictionary in 1755. His work helped fix spellings and promote uniformity. Increased literacy, education and global communication further stabilized spelling conventions, though inconsistencies remained. അതുപോലെ മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 1700 മുതലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് പറയുകയാണെങ്കിൽ സാമുവൽ ജോൺസന്റെ ഡിക്ഷണറി 1755 അത് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ഈ പറയുന്ന സ്പെല്ലിങ്സിൽ ഒരു ഫിക്സ് സ്പെല്ലിംഗ് ആയി. അത് തന്നെ ഒരു എന്താ പറയുക, ഈ പറയുന്ന സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഡെവലപ്മെൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് ലിറ്ററസി, എഡ്യൂക്കേഷൻ, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ തന്നെ ഇൻക്രീസ് ആവാൻ തുടങ്ങി, പ്രോഗ്രസ് ആവാൻ തുടങ്ങി. Several key factors influenced these changes. French influence introduced new spelling styles and replaced older forms. Etymological respelling during the Renaissance added silent letters to reflect Latin or Greek origins, such as the B in depth. The printing press played a crucial role in fixing standard forms and spreading them widely. ഇതുപോലെ തന്നെ ധാരാളം കീ ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറയുന്ന മാറ്റത്തിൻ്റെ കാരണങ്ങൾക്കായിട്ട്, സ്പെല്ലിങ്ങിൽ വന്ന മാറ്റത്തിൻ്റെ കാരണങ്ങൾക്കായിട്ട്. അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസിൻ്റെ കാര്യം. അങ്ങനെ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പറയുന്ന ന്യൂ സ്പെല്ലിംഗ് സ്റ്റൈൽസ്. അതുപോലെ ഓൾഡർ ആയിട്ടുള്ള ആ സ്പെല്ലിംഗ് ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പുതിയ സ്റ്റൈലുകൾ വന്നത്. അതുപോലെ കുറേ ലെറ്റേഴ്സ്, കുറേ വാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് വായിക്കുമ്പോൾ ചിലതൊക്കെ സൈലൻറ്റ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കാണാം. ആ സൈലൻറ്റ് ലെറ്റേഴ്സിന് ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് ഒറിജിൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനെ ഒന്ന് റിമൈൻഡ് ചെയ്യണമെങ്കിൽ അതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. ബി ഇൻ ഡെപ്റ്റ് കണ്ടോ, അതൊരു എക്സാമ്പിളാണ്. ഡെപ്റ്റിൽ നമ്മൾ ഡെബിറ്റ് അങ്ങനെയല്ല പറയുന്നത്, ഡെപ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബി ഇവിടെ സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് പ്രസ്, അതും ഒരു വലിയ ക്രൂഷ്യൽ റോൾ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഈ പറയുന്ന സ്പെല്ലിംഗ് സിസ്റ്റത്തിൻ്റെ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. In conclusion, the English spelling system evolved from a simple phonetic system
into a standardized but irregular one due to historical influences such as conquest, technological innovation and linguistic change. നമുക്ക് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഫോണറ്റിക്കിനായിരുന്നു കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. ഫോണറ്റിക് എന്ന് പറയുന്നത് ഒരു വേർഡ് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് ആ സ്പെല്ലിംഗ് അതേപടി എഴുതുന്നതാണ് ഈ ഫോണറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ സ്പെല്ലിങ്ങിൽ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മളുടെ ഉച്ചാരണം അതാണ് ഇവിടെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചത്. പ്രിൻറ്റിംഗ് പ്രസ് വന്നു, അതിനുശേഷം ഡിക്ഷണറി ഫോം ചെയ്തതോടെയാണ് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ആയത്, ഫിക്സഡ് ആയത് സ്പെല്ലിങ്സൊക്കെ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ സ്പെല്ലിങ്ങിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾക്ക് വേറെയും കാരണമായിട്ടുണ്ട്. കുറേ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കലി ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ പ്രോഗ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഒരു 3 ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട്. അന്ന് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ.